ഇത് 2018 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ച ഓർഗാനിസം ഏത് ഓർഗാനിസം ആണ് ഉപയോഗിച്ചതെന്നാണ് ചോദിച്ചിരുന്നത്. ബാക്ടീരിയ ആണ്. ഞാനിവിടെ സീഷ്യം ക്ലോറൈഡ് ഒഴിച്ചു കൊടുത്തു. സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. സോ നമുക്ക് മനസ്സിലായി കൺസർവേറ്റീവ് ആയിട്ടല്ല DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഈ റിസൾട്ട് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ വാലിഡ് ആണ്. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റ് ആണ്. നമുക്കറിയാം 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ആ പ്രപ്പോസ് ചെയ്ത റിസർച്ച് പേപ്പറിൽ തന്നെ DNA എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും അവർക്ക് ധാരണയുണ്ട്. കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് വഴിയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ആ ഒറിജിനൽ റിട്ടൺ ഡോക്യുമെന്റ് ഉള്ളത്. ഇറ്റ് ഹാസ് നോട്ട് എസ്കേപ്ഡ് ഫ്രം അവർ നോട്ടീസ് ദാറ്റ് ദ സ്പെസിഫിക് പെയറിംഗ് വി ഹാവ് പോസ്റ്റുലേറ്റഡ്, അതായത് ബേസ് പെയറിംഗ് വി ഹാവ് പോസ്റ്റുലേറ്റഡ് ഇമ്മീഡിയറ്റ്ലി സജസ്റ്റ് എ കോപ്പി മെക്കാനിസം ഫോർ ദ ജെനറ്റിക് മെറ്റീരിയൽ. അതായത് ഇവര് പറയുന്ന DNA റെപ്ലിക്കേഷന്റെ ഒരു മെക്കാനിസം, ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് ഇതാണ് നമ്മളുടെ DNA അല്ലേ, 2 സ്ട്രാൻഡ് ആണ്, ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാവും. അപ്പൊ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 സ്ട്രാൻഡുകൾ അൺവൈൻഡ് ചെയ്യും. ഓക്കെ, 2 സ്ട്രാൻഡുകൾ അൺവൈൻഡ് ചെയ്യും. ഇപ്പൊ ഈ 2 സ്ട്രാൻഡുകളും പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാവാനുള്ള ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് പുതിയ DNA ഈ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ട്രാൻഡും പുതിയ DNAക്ക് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ് വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മോഡൽ ഓഫ് റെപ്ലിക്കേഷനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയാം. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് DNA എന്ന് പറയാം. സോ എന്താ സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പുതിയ DNA സ്ട്രാൻഡിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ആ ഒരു സമയത്ത് തന്നെ അറൌണ്ട് 1953 ഇത് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് വേറൊരുപാട് മോഡൽസ് ഓഫ് റെപ്ലിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ മോഡലിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് ഒന്നും ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൊടുത്തിട്ടില്ല. അപ്പം അന്ന് ഉണ്ടായിരുന്ന പല പല മോഡൽസ്, പല പല ആൾക്കാരുടെ തോട്ട്സ് ആയിരുന്നു, ഐഡിയാസ് ആയിരുന്നു. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്ക്, ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് ആയിട്ടുള്ള മോഡലാണ്. ഓക്കെ, എന്താ സെമി കൺസർവേറ്റീവ് ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാല് നമുക്ക് ഇനീഷ്യലി ഒരു DNA നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്നും കോപ്പി ഉണ്ടാവുകയാണ്, ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാവുകയാണ്. ജനറേഷൻ 1 ആണ്. എന്താ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റെപ്ലിക്കേഷന് ശേഷം. അപ്പൊ അക്കോർഡിംഗ് ടു സെമി കൺസർവേറ്റീവ് മോഡൽ നമുക്ക് ഇനീഷ്യൽ ഒരു സ്ട്രാൻഡ് അതുപോലെ ഇരിക്കും. ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്ന റെഡ് കളറിൽ കാണുന്നതാണ് പുതിയ സ്ട്രാൻഡ്. അപ്പൊ ഒരു സ്ട്രാൻഡ് പഴയതായിരിക്കും, ഒരു സ്ട്രാൻഡ് പുതിയതായിരിക്കും. അതുപോലത്തെ 2 കോപ്പീസ് ഉണ്ടായിരിക്കൂലേ. അപ്പൊ ഇങ്ങനെയാണ് സെമി കൺസർവേറ്റീവ് ആയിട്ടുള്ള റെപ്ലിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി അതിൽ നോക്ക്, ഇനി ഈ DNAയും അടുത്ത ജനറേഷൻ ഉണ്ടാക്കും, ശരിയല്ലേ. അപ്പൊ ജനറേഷൻ 2 സെക്കൻഡ് റെപ്ലിക്കേഷൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതാ ഇവിടെ കണ്ടോ, ആദ്യത്തെ ഒരു സ്ട്രാൻഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പുതിയ ഒരു സ്ട്രാൻഡ് ഉണ്ടാവും. ഇനി ഓൾറെഡി ഇവിടെ ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇനി അയാൾക്ക് പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാവും, ശരിയല്ലേ. അപ്പൊ സിമിലർലി ഇവിടെയും അതുപോലെ തന്നെ സംഭവിക്കുമല്ലോ. ഇവിടെയും എങ്ങനെയാ സംഭവിക്കുക? ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇതുപോലെയാണ് സംഭവിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പം എന്താണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNAന്റെ ഒരു സ്ട്രാൻഡ് പുതിയതുണ്ടാവാൻ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് പഴയ ഒരു DNAയിൽ നിന്നും പുതിയ 2 DNA ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഒരു DNA പഴയ DNAന്റെ സ്ട്രാൻഡ് തന്നെ ആയിരിക്കും. ഒരു സ്ട്രാൻഡ് പഴയ DNAന്റെ സ്ട്രാൻഡ് തന്നെ ആയിരിക്കും. പുതിയൊരു സ്ട്രാൻഡാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് മോഡലാണ്.
കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ. കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോക്ക്, ഇതാണ് ഒരു ആദ്യമുള്ള DNA. ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാവാൻ പോവാണ്, ഫസ്റ്റ് കോപ്പി ഉണ്ടാവാൻ പോവാണ്. ഈ DNA, പഴയ DNA അതുപോലെ തന്നെ കൺസേർവ് ചെയ്യപ്പെടും, ടോട്ടലി കൺസേർവ് ചെയ്യപ്പെടും. ആൻഡ് പുതിയൊരു DNA, എൻറ്റയർലി പുതിയൊരു DNA ഉണ്ടാവും എന്നാണ് കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷനിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ മെക്കാനിസം ഒന്നും ആരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഏത് എൻസൈംസ് ആണെന്ന് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മോഡൽ, ഒരു തോട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിലേ എക്സ്പെരിമെന്റ് ചെയ്ത് ആ തോട്ട് ശരിയാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി കൺസർവേറ്റീവ് മോഡൽ പ്രകാരമാണെങ്കിൽ ജനറേഷൻ 2 എന്താ ഉണ്ടാവുക നോക്ക്, ഈ DNA അതുപോലെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. ശരിയല്ലേ? അതിൽ നിന്നും അതായത് പുതിയൊരു DNA ഉണ്ടാവും. ഇങ്ങനെയാണ് കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നോക്ക്, ഇനി ഈ DNA എങ്ങനെ ഉണ്ടാവുക, അതുപോലെ അവിടെ കണ്ടിന്യൂ ചെയ്യും. അയാളിൽ നിന്ന് പുതിയൊരു DNA, എൻറ്റയർലി പുതിയ ഒരു DNA ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒരു കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇനി മൂന്നാമത്തെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്പേഴ്സീവ് മോഡലാണ്. ഡിസ്പേഴ്സീവ് മോഡലാണ്. ഡിസ്പേഴ്സീവ് മോഡലിൽ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്ക്. ഡിസ്പേഴ്സീവ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അടുത്തുള്ള ആദ്യത്തെ DNA എന്ന് പറയുന്നത്. ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ DNA ഉണ്ടാവുന്ന സമയത്ത് ഓൾഡ് DNA, പഴയ DNA നോക്ക്, പഴയ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് രണ്ടാവുകയാണ്. അപ്പൊ പഴയ DNA കുറച്ച് പാർട്ട് ഉണ്ടാവും, ഒരു കഷ്ണം DNA പാർട്ട് ഉണ്ടാവും. പുതിയ DNA വേറൊരു കഷ്ണം ഉണ്ടാവും. അതായത് ഒരു ചെറിയൊരു കഷ്ണമായിട്ടാണ് ഉണ്ടാവുന്നത്. പഴയ ഒരു DNA ഒരു കഷ്ണം ഉണ്ടാവും, പുതിയൊരു DNA ഒരു കഷ്ണം ഉണ്ടാവും. ഇങ്ങനെ കഷ്ണം പുതിയതും പഴയതും കഷ്ണം കഷ്ണമായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നതാണ് പീസ്. ഇത് പഴയതിന്റെ പീസ്, ഇത് പുതിയത്, ഇത് പഴയത്, ഇത് പുതിയത്, അങ്ങനെയാവും ഉണ്ടാവുക എന്ന് പറയുന്ന മോഡലിനെയാണ് നമ്മൾ ഡിസ്പേഴ്സീവ് മോഡൽ എന്ന് പറയുക. ശരിയാണല്ലോ? ഇനി അക്കോർഡിംഗ് ടു ഡിസ്പേഴ്സീവ് മോഡൽ എന്താ സംഭവിക്കുക, അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ഇവിടെയുള്ള DNA ഉണ്ടായിരിക്കും. കുറച്ച് കഷ്ണം DNA എന്ന് പറയുന്നത് പുതിയതായിരിക്കും, കുറച്ച് കഷ്ണം എന്ന് പറയുന്നത്, ചെറിയൊരു പീസ് എന്ന് പറയുന്നത് പഴയത് തന്നെയായിരിക്കും, ആൻഡ് ചെറിയ ഭാഗം എന്ന് പറയുന്നത് പുതിയതായിരിക്കും. അപ്പം ഇങ്ങനെ തന്നെയാണല്ലോ ഈ ഒരു ബാക്കിയുള്ള റെപ്ലിക്കേഷനും ഒക്കെ ഉണ്ടാവുക. ഇങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന മോഡലിനെയാണ് നമ്മൾ ഡിസ്പേഴ്സീവ് മോഡൽ എന്ന് പറയുക. ഓക്കെ, അപ്പം വാട്സണും ക്രിക്കും വാട്സണും ക്രിക്കും ബേസ് പെയറിംഗ് വഴി പ്രപ്പോസ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ ആണ്. അപ്പൊ അന്നുള്ള സയന്റിസ്റ്റുകളുടെ മനസ്സിൽ വേറെയും മോഡൽസ് ഉണ്ട്, എക്സ്പെരിമെന്റൽ പ്രൂഫ് ഒന്നും ഉണ്ട് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കൺസർവേറ്റീവ് ആയിട്ടല്ല, ഡിസ്പേഴ്സീവ് ആയിട്ടല്ല, സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച രണ്ട് സയന്റിസ്റ്റുകളാണ് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ. മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റ് എന്ന് നമ്മൾ പറയും അല്ലേ. ഏത് വർഷമാണ് ഇവര് എക്സ്പെരിമെന്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1958 ഇവരുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത്. മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ച മോഡൽ ഓർഗാനിസം, ഏത് ഓർഗാനിസത്തിനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ ഈ കോളൈ ബാക്ടീരിയാണ്. അപ്പൊ ഏതിലാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? ബാക്ടീരിയയിലാണ് അല്ലെ. ഇത് 2018 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ച ഓർഗാനിസം, ഏത് ഓർഗാനിസം ആണ് ഉപയോഗിച്ചത് എന്നാണ് ചോദിച്ചിരുന്നത്. ബാക്ടീരിയ ആണ്, ഈക്കോളൈ ബാക്ടീരിയ ആണ്. അപ്പൊ നോക്ക്, ഈ മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റില് ഈക്കോളൈനെ 2 മീഡിയത്തിലാണ് വളർത്തുന്നത്. ഇവിടെയുള്ള ഞാനിപ്പോ ഈ വരച്ച മീഡിയമാണ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് 2 ടൈപ്പ് അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈക്കോളൈനെ വളർത്താൻ. ഞാനിപ്പോൾ ഇവിടെ വരച്ചത് ഹെവി നൈട്രജൻ ഉള്ള അമോണിയം ക്ലോറൈഡ് ആണ്. നമുക്കറിയാം നൈട്രജന് 2 ഐസോട്ടോപ്പുകളാണുള്ളത്. N15 എന്ന് പറഞ്ഞ് ഹെവി ആയിട്ടുള്ള, അതുപോലെ റെയർ ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പ് ഉണ്ട്, കുറച്ചും കൂടെ ഹെവിയാണ്, ഹെവി നൈട്രജൻ ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഐസോട്ടോപ്പ്, രണ്ടാമത്തെ ടൈപ്പ് നൈട്രജൻ എന്ന് പറയുന്നത് N14 ആണ്. അയാൾ കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആണ് ആൻഡ് കോമൺ ആണ്. അപ്പൊ റെയർ ആയിട്ടുള്ള
ഐസോട്ടോപ്പാണ്, റെയർ ആയിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള ഐസോട്ടോപ്പാണ് N15, ഹെവിയർ ആയിട്ടുള്ള നൈട്രജൻ ആണ്. ആൻഡ് N14 എന്ന് പറയുന്ന ലൈറ്റർ ആണ്, കോമൺ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഈ അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണ് അല്ലെങ്കിൽ ഈ അമോണിയം ക്ലോറൈഡ് മീഡിയത്തിലാണ് നമ്മൾ ഈക്കോളൈനെ വളർത്താൻ പോകുന്നത്. അപ്പൊ ഏത് അമോണിയം ക്ലോറൈഡ് ആണ് ഇവിടെ എടുത്തത്? ആദ്യം നമ്മൾ എടുത്തത് N15 ആണ്. N15 എടുക്കാൻ കാരണം ആ മീഡിയത്തിൽ ഈക്കോളൈ വളരുന്ന സമയത്ത് ദ ഓൺലി നൈട്രജൻ അവൈലബിൾ എന്ന് പറയുന്നത് ഏത് നൈട്രജൻ ആയിരിക്കണം? N15 ആയിരിക്കണം, ഹെവി നൈട്രജൻ ആയിരിക്കണം. അപ്പം ഈ മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള N15 ഹെവി നൈട്രജൻ മാത്രമേ ഇതിൻ്റെ അകത്ത് വളരുന്ന ഈക്കോളൈയിലേക്ക് കിട്ടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ലോജിക്ക്. അപ്പൊ ഈ മീഡിയത്തിന്റെ അകത്തുള്ള നൈട്രജൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്? ഹെവി നൈട്രജൻ ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു? ഈക്കോളൈ ബാക്ടീരിയനെ ആഡ് ചെയ്തു കൊടുത്തു. ഓക്കെ, അങ്ങനെ ഹെവി നൈട്രജൻ മീഡിയത്തില് ഒരുപാട് ജനറേഷൻസ് ഈക്കോളൈ ഇങ്ങനെ പെരുകി, ഒരുപാട് ജനറേഷൻസ് ഈക്കോളൈ ആയി കഴിഞ്ഞു അല്ലേ? അങ്ങനെ മെനി ജനറേഷൻസ് കഴിഞ്ഞുപോയി. അങ്ങനെ ഒരുപാട് ജനറേഷൻസ് കഴിഞ്ഞു പോയിട്ടുണ്ടാവുമ്പോൾ നോക്കുക, നമ്മൾ ഇവിടെ ഈക്കോളൈ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്കോളൈ റെപ്ലിക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, റെപ്ലിക്കേഷന് വേണ്ടി എടുക്കുന്ന ടൈം, ഈക്കോളൈക്ക് ഒരു കോപ്പി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 20 മിനിറ്റ് മാത്രമാണ്. ശരിയല്ലേ? 20 മിനിറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നോക്ക്, നമ്മൾ പറഞ്ഞത് എന്താ? ഈക്കോളൈ ഈ മീഡിയത്തിന് ഇട്ടതിന് ശേഷം ഒരുപാട് ജനറേഷൻസ് ഉണ്ടായി, കുറേ കാലം ഈക്കോളൈനെ അതില് വളർത്തി. അപ്പൊ നോക്ക്, ഈക്കോളൈ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും കോപ്പി ഉണ്ടാക്കുമല്ലോ. കോപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ DNA റെപ്ലിക്കേറ്റ് ചെയ്യുമല്ലോ. DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ പുതിയ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണ്ടേ? പുതിയ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DNAന്റെ അകത്ത്, ഒരു DNA സ്ട്രാൻഡിന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? നൈട്രജൻ ബേസ് ഉണ്ട്, ഒരു ഡിയോക്സി റൈബോസ് ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ശരിയല്ലേ? അതിനകത്ത് നൈട്രജൻ ബേസുകൾ ഇല്ലേ? ഏതൊക്കെയാണ് നൈട്രജൻ ബേസ് ഉള്ളത്? സൈറ്റോസിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് അഡിനിൻ. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവരെ നൈട്രജൻ ബേസ് എന്ന് പറയാനുള്ള കാരണം? നൈട്രജൻ കണ്ടെയ്നിങ് ബേസ് ആണല്ലോ. അപ്പം ഈ നൈട്രജൻ ബേസിന്റെ അകത്തൊക്കെ ആരുണ്ടായിരിക്കും? നൈട്രജൻ ഉണ്ടായിരിക്കും. ശരിയാണല്ലോ, നൈട്രജൻ ഉണ്ടായിരിക്കും. അപ്പൊ നോക്ക്, ഈ മീഡിയത്തിൽ വളരുന്ന ഈക്കോളൈക്ക് പുതിയ DNA ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ആ DNAയിൽ നൈട്രജൻ ബേസ് ഉണ്ടാവുമല്ലോ. ആ നൈട്രജൻ ബേസ് ഈ മീഡിയത്തിൽ ഉണ്ടാവണമെങ്കിൽ ദ ഓൺലി അവൈലബിൾ നൈട്രജൻ എന്ന് പറയുന്നത് N15 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരുന്ന ഈക്കോളൈന്റെ DNA എന്ന് പറയുന്നത് N15 നൈട്രജൻ ഉള്ള, നൈട്രജൻ ബേസ് ഉള്ള DNA ആയിരിക്കുമല്ലോ. അപ്പൊ നോക്ക്, അവിടെ വളരുന്ന DNA എന്ന് പറയുന്നത് ഇതാ N15 ഉള്ള സ്ട്രാൻഡുകളായിരിക്കും. ഈ സ്ട്രാൻഡും N15 ഹെവി നൈട്രജൻ ഉള്ള സ്ട്രാൻഡ് ആയിരിക്കും. ഈ സ്ട്രാൻഡും N15 ഹെവി നൈട്രജൻ ഉള്ള സ്ട്രാൻഡ് ആയിരിക്കും. അതായത് ആ ഈക്കോളൈന്റെ അകത്തുള്ള DNA എന്ന് പറയുന്നത് ഹെവി DNA ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവൂലേ? ഹെവി DNA ആണ് വളരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ എന്ന് ചോദിച്ചാൽ, ഈ മീഡിയത്തിൽ വളരുന്ന ഈക്കോളൈന്റെ അകത്ത് നിന്നും അയാളുടെ DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഈ മെസൽസണും സ്റ്റോളും തന്നെ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് ഉണ്ട്. അതിന്റെ പേരാണ് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് മെസൽസണും സ്റ്റോളും തന്നെയാണ്. ഓക്കെ, അപ്പം അടുത്തതായിട്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് ഈക്കോളയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത DNA എക്സ്ട്രാക്ട് ചെയ്തെടുത്ത DNA നമ്മളൊരു ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് സീഷ്യം ക്ലോറൈഡ് ഒഴിച്ചു കൊടുക്കും. സോ നോക്ക്, ഞാനിവിടെ സീഷ്യം ക്ലോറൈഡ് ഒഴിച്ചു കൊടുത്തു. ഓക്കെ, എന്താണ് ഒഴിച്ചു കൊടുക്കുന്നത്? സീഷ്യം ക്ലോറൈഡ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ സീഷ്യം ക്ലോറൈഡിന്റെ അകത്ത് ആ DNA ഡിസോൾവ് ആവും. എന്തിനാണ് സീഷ്യം ക്ലോറൈഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. സീഷ്യം ക്ലോറൈഡ് ആണ് ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് മീഡിയം ഈ എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട്
ഈ ടെസ്റ്റ് ട്യൂബ് വെയിറ്റ് ബാലൻസ് ഒക്കെ ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബ് കുറേ സമയം കറക്കും. അതാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, അപ്പൊ ഇതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൽ ഇവിടെയും DNA ഉണ്ടാവും ആൻഡ് ഇവിടെയും DNA ഉണ്ടാവും. എന്നിട്ട് ഈ ആക്സിസിന് അറൗണ്ട് ആയിട്ട് ഇങ്ങനെ കറക്കും അല്ലേ. ഏകദേശം എത്ര സ്പീഡിലാണ് കറക്കുക എന്ന് ചോദിച്ചാല് 50,000 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. എത്ര സമയമാണ് കറക്കുക എന്ന് ചോദിച്ചാല് 2 to 3 days ഒക്കെ ഈ DNA ഇങ്ങനെ കറക്കും. അപ്പം ഈ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ കൊണ്ടുള്ള ഗുണം എന്താ എന്ന് ചോദിച്ചാല്, ഇങ്ങനെ 2-3 ദിവസം കറങ്ങി കഴിയുമ്പം ഈ DNA അതിന്റെ വെയിറ്റിനനുസരിച്ച് ഒരു സ്ഥലത്ത് ബാൻഡ് ഉണ്ടാക്കും. അതായത് നോക്ക്, ഹെവിയർ ആയിട്ടുള്ള DNA ആണെന്നുണ്ടെങ്കിൽ കറങ്ങുന്ന പോയിന്റിൽ നിന്നും ദൂരേക്ക് മാറി ഇവിടെ ഒരു ബാൻഡ് ഉണ്ടാക്കും അല്ലെ. ഹെവി ആയിട്ടുള്ള ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് ഇവര് എത്ര ദൂരം പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഹെവി DNA ഒക്കെ ദൂരത്തേക്ക് മാറും. ക്ലിയർ ആണല്ലോ. ഇനി ലൈറ്റ് ആയിട്ടുള്ള DNA ഒക്കെ അടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ലൈറ്റർ ആയിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം അടുത്താണ് ഉണ്ടാവുക. അപ്പൊ ഇന്റർമീഡിയറ്റ് വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ശരിയാണല്ലോ. അപ്പൊ ഈ DNA മോളിക്കുലാർ വെയിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ DNA ഡെൻസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് DNA സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷന്റെ ഗുണം എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചതും ഇവര് തന്നെയാണ്. ക്ലിയർ ആണല്ലോ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഈക്കോളൈന്റെ DNA എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ. അപ്പൊ എന്തായിരിക്കും കിട്ടുക? ഇയാളുടെ DNA എന്ന് പറയുന്നത് ഹെവി DNA അല്ലേ. ഹെവി DNA ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി? സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പം ബാൻഡ് എന്ന് പറയുന്നത് ദൂരത്ത് പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഹെവി DNA ആണ് എന്ന് മനസ്സിലായി. ഹെവി DNA നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഈ DNA നമ്മൾ റെപ്രസെന്റ് ചെയ്യുക N15 എന്നാണ്. 2 സ്ട്രാൻഡും ഹെവി ആണല്ലോ. അപ്പൊ ഇയാള് N15 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ എക്സ്പെരിമെന്റ് മനസ്സിലാക്കാനുള്ള ബേസിക് ഫണ്ടമെന്റൽസ് ആണ്. ഇനിയാണ് നമ്മൾ എക്സ്പെരിമെന്റിലേക്ക് കടക്കാൻ പോകുന്നത്. ഇനി എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്ക്, ഈ ഈക്കോളൈ കുറേ കാലങ്ങളായിട്ട് ഈ മീഡിയത്തിൽ ജീവിക്കുന്ന ഈക്കോളൈയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവർ ചെയ്തത് പുതിയൊരു മീഡിയം ഈ ഈക്കോളൈക്ക് കൊടുക്കും. ഈ മീഡിയത്തിൽ ആരാണുള്ളത്? ഈ മീഡിയത്തില് അമോണിയം ക്ലോറൈഡ് തന്നെയാണുള്ളത്. പക്ഷേ ഏത് ഐസോട്ടോപ്പാന്നറിയോ? N14 ഐസോട്ടോപ്പാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ മീഡിയത്തിലുള്ള ഓൺലി അവൈലബിൾ നൈട്രജൻ എന്ന് പറയുന്നത് ആരാണ്? N14 ആണ്. N14 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ലൈറ്റർ ആയിട്ടുള്ള നൈട്രജൻ ആണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ പുതിയ ഒരു മീഡിയം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഈ മീഡിയത്തിലേക്ക് ആദ്യം ഉണ്ടായിരുന്ന ഈ മീഡിയത്തിലുള്ള ഈക്കോളൈയില്ലേ, ഇതിന്റെ അകത്തുള്ള ഈക്കോളൈനെ പിടിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്തു. ക്ലിയർ ആണല്ലോ. അപ്പം ഇതുപോലത്തെ ഈക്കോളൈ ഇവിടെ ഈക്കോളൈ വന്ന് വരുമല്ലോ. ഈ ഈക്കോളൈന്റെ അകത്തുള്ള DNA എന്ന് പറയുന്നത് ആരായിരിക്കും? DNA എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള DNA ആയിരിക്കൂലേ വരുന്ന സമയത്ത്. ശരിയാണല്ലോ. ഇനി നമുക്കറിയാം ഈക്കോളൈ റെപ്ലിക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. അങ്ങനെ ഈക്കോളൈ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പൊ എന്താ ചെയ്തത് എക്സ്പെരിമെന്റ്? ഈ മീഡിയത്തിൽ നിന്നും ഈക്കോളൈനെ പുതിയ മീഡിയത്തിലേക്ക് മാറ്റി, ലൈറ്റ് നൈട്രജൻ ഉള്ള മീഡിയത്തിലേക്ക് മാറ്റി. എന്നിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടത്? 20 മിനിറ്റേ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 20 മിനിറ്റ് കൊണ്ട് ഒരു ഈക്കോളൈ 2 ഈക്കോളൈ ആയിട്ട് മാറും. 20 മിനിറ്റ് ആണ് ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം. അപ്പൊ നോക്ക്, അയാളുടെ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ നോക്ക്, ഈ 2 സ്ട്രാൻഡിലെ ഒരു സ്ട്രാൻഡ് പാരന്റ് സ്ട്രാൻഡ് ആയിട്ട് അവിടെ നിൽക്കും. അയാൾ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് പുതിയ സ്ട്രാൻഡ് പുതിയ മീഡിയത്തിൽ സിന്തസൈസ് ചെയ്യുമല്ലോ. പുതിയ മീഡിയത്തിൽ സിന്തസൈസ് ചെയ്യാൻ DNA സ്ട്രാൻഡ് ആണെങ്കിൽ നൈട്രജൻ ബേസ് വേണമല്ലോ.
ഓൺലി അവൈലബിൾ നൈട്രജൻ എന്ന് പറയുന്നത് ലൈറ്റ് നൈട്രജൻ ആണല്ലോ. അപ്പൊ ഈ മീഡിയത്തിൽ എത്തിയതിന് ശേഷം ഈക്കോളയിലേക്ക് പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ നൈട്രജൻ അവൈലബിൾ ആയിട്ടുള്ളത് N14 ആയിട്ട് മാത്രമേ ഉള്ളൂല്ലോ. അപ്പൊ നോക്ക്, ഇങ്ങനെ രണ്ട് സ്ട്രാൻഡുകൾ, ഇങ്ങനെ രണ്ട് DNA അല്ലേ അവിടെ സിന്തസൈസ് ചെയ്യപ്പെടുക. അപ്പം 20 മിനിറ്റിന് ശേഷം ഇതുപോലത്തെ DNA അല്ലേ ഈ മീഡിയത്തിൽ ഉണ്ടാവുക. സോർണോ, സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ട് DNA ആണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പരിപാടി എന്താ? 20 മിനിറ്റിന് ശേഷം ഈ ഈക്കോളയിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്യും. DNA എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം സീഷ്യം ക്ലോറൈഡ് സെൻട്രിഫ്യൂഗേഷൻ നടക്കും. സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നടത്തി നോക്കി. ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നടത്തി നോക്കുമ്പോ ദാ നോക്ക്, ഈ പറയുന്ന ആളുകളല്ലേ നമ്മളുടെ DNA എന്ന് പറയുന്നത്. ആ DNA അകത്ത് എന്താ ഉണ്ടാവുക? N15, പഴയ N15 ഉള്ള സ്ട്രാൻഡും ഉണ്ട്, പുതിയ N14 ഉള്ള സ്ട്രാൻഡും ഉണ്ട്. ശരിയല്ലേ? N15ഉം N14ഉം ഉള്ള ഹൈബ്രിഡ് സ്ട്രാൻഡുകളല്ലേടാ ഉള്ളത്, ഹൈബ്രിഡ് DNAകളല്ലേ ഉള്ളത്. ശരിയല്ലേ? അപ്പൊ ഈ DNA സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പം, ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പം ദാ ഇവിടെയാണ് DNA ബാൻഡ് കിട്ടിയത്. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് N15ഉം ഹെവി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡും ഉണ്ട് ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാൻഡും ഉണ്ട്. എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള DNA ആണ് നമുക്ക് കിട്ടിയത് എന്നാണ് അർത്ഥം. ശരിയല്ലേ? അപ്പൊ നോക്ക്, ഹൈബ്രിഡ് ആയിട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ പഴയ ഒരു സ്ട്രാൻഡ് അതുപോലെ ഉണ്ട്, പുതിയൊരു സ്ട്രാൻഡ് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം. നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ലൈറ്റ് ആയിട്ടുള്ള ഒരാളും ഹെവി ആയിട്ടുള്ള ഒരു ബാൻഡും കിട്ടിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ പറയുന്ന DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് അല്ല എന്നല്ലേ അർത്ഥം. കൺസർവേറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു DNA എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പഴയതായിരിക്കും, ഹെവി ആയിരിക്കും. ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പുതിയതായിരിക്കും ആൻഡ് ലൈറ്റർ ആയിരിക്കും. ശരിയല്ലേ? അപ്പം കൺസർവേറ്റീവ് ആയിട്ടായിരുന്നു DNA റെപ്ലിക്കേറ്റ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാൻഡും ഉണ്ടായേനെ ആൻഡ് ഇവിടെ ഒരു ബാൻഡും ഉണ്ടായേനെ. പക്ഷെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ബാൻഡ് ഉണ്ടായത്. അതിനർത്ഥം ഹൈബ്രിഡ് ആയിട്ടാണ് DNA ഉള്ളത്. ഒരു സ്ട്രാൻഡ് ഹെവി ആണ്, ഒരു സ്ട്രാൻഡ് ലൈറ്റ് ആണ്. സോ നമുക്ക് മനസ്സിലായി, കൺസർവേറ്റീവ് ആയിട്ടല്ല DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ഉള്ള ഈ മീഡിയത്തിൽ വളരുന്ന ഈക്കോളൈനെ നമ്മളിപ്പോ എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പം തൊട്ട് മുന്നേ നടത്തിയ ഈ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഈക്കോളൈനെ ഈ മീഡിയത്തിൽ വളർത്തി, എന്നിട്ട് ഈ മീഡിയത്തിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് നമ്മൾ വാച്ച് നോക്കി, 20 മിനിറ്റ് ആയപ്പം എക്സ്ട്രാക്ട് എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്തു. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഈ റിമൈനിങ് ആയിട്ടുള്ള ഈ മീഡിയത്തിലെ കംപ്ലീറ്റ് ഈക്കോളയും നമ്മൾ എടുത്തിട്ടില്ലല്ലോ. റിമൈനിങ് ആയിട്ടുള്ള ഈക്കോളൈ അവിടെ ഉണ്ടല്ലോ. അയാളെ ഒരു 20 മിനിറ്റും കൂടെ വളരാൻ അനുവദിച്ചു. നോക്ക്, ഒരു 20 മിനിറ്റും കൂടെ വളരാൻ അനുവദിച്ചു. അപ്പൊ ആകെ എത്ര മിനിറ്റ് ആയി? ഇപ്പം ആകെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താ ഈ 40 മിനിറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്? 2 ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയി, 2 ഡിവിഷൻ കംപ്ലീറ്റ് ആവാനുള്ള സമയം അനുവദിച്ചു. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യത്തെ ഈക്കോളയിൽ നിന്ന് ഈ മീഡിയത്തിൽ നിന്നും ഈക്കോളയിനെ പുതിയ മീഡിയത്തിലേക്ക് N14 മീഡിയത്തിലേക്ക് കൊണ്ടുപോയിട്ടു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ എക്സ്പെരിമെന്റ്. 20 മിനിറ്റ് കഴിഞ്ഞു. രണ്ട് പ്രാവശ്യം ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡിവിഷനുള്ള സമയം നമ്മൾ കൊടുത്തു. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നോക്ക്, ഇപ്പൊ ഇവിടെയുള്ള DNA എന്ന് പറയുന്നത് ഇതുപോലത്തെ DNA ആണല്ലോ ഉണ്ടാവുക. നോക്ക്, ഈ 20 മിനിറ്റിൽ ആയപ്പം ആദ്യത്തെ 20 മിനിറ്റിൽ ഇതുപോലത്തെ DNA ആണല്ലോ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ റെപ്ലിക്കേഷൻ ഇയാൾക്ക് നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അടുത്ത 20 മിനിറ്റ് 40 മിനിറ്റ് കൊണ്ട് നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്ത DNA എന്ന് പറയുന്നത് ആദ്യത്തെ 20 മിനിറ്റിലാവുമ്പോൾ ഈ കോളയിലേക്ക് ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത 20 മിനിറ്റ് കൊണ്ട് ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പൊ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഈ സ്ട്രാൻഡാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. സോ നോക്ക്, ഇയാളിൽ നിന്നും ഉണ്ടാവുന്ന DNA എന്ന് പറയുന്നത്
അതായത് ഈ സ്ട്രാൻഡ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പുതിയ ഒരു സ്ട്രാൻഡ് അവിടെ ഉണ്ടാവും. പുതിയ ഉണ്ടാവുന്ന സ്ട്രാൻഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? N14 തന്നെ ആയിരിക്കും അല്ലേ? യെസ്. ഇനി ഞാൻ വരയ്ക്കുന്നത് അടുത്ത സ്ട്രാൻഡ് ആണ്. അടുത്ത സ്ട്രാൻഡിന് ഇവിടെ ഉണ്ടായിരിക്കും, അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരാള് ഉണ്ടാവും. ഈ പുതിയ സിന്തസൈസ് ചെയ്ത സ്ട്രാൻഡ് N14 ആണ്. ഓൺലി നൈട്രജൻ അവൈലബിൾ എന്ന് പറയുന്നത് നിങ്ങൾ മറക്കരുത്. ആരാണ്? N14 ആണ്. അപ്പൊ ഇയാള് N14 എന്ന് പറഞ്ഞ സ്ട്രാൻഡ് ആണ്. സിമിലർലി ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഈ DNA ഡിവൈഡ് ചെയ്താലും സംഭവിക്കുക. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ DNA ഡിവൈഡ് ചെയ്താലും സംഭവിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം DNA ഡിവൈഡ് ചെയ്താൽ ഈ DNA ഡിവൈഡ് ചെയ്യുമ്പം ഇങ്ങനെയായും ഈ DNA ഡിവൈഡ് ചെയ്യുമ്പം ഇങ്ങനെയും ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലത്തെ 4 DNA ആണല്ലോ ഉണ്ടാവുക. അതിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നോക്ക്, N14 എന്ന് പറയുന്ന DNA 2 ആളുകളുണ്ട്. N14 എന്ന് പറയുന്നത് ആരാണ്? ലൈറ്റർ DNA ആണ്. ഇനി N15N14 എന്ന് പറയുന്ന ആൾക്കാരും രണ്ട് DNA ഉണ്ടായിരിക്കും. അപ്പൊ 2 ഡിവിഷൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ 2 ലൈറ്ററും 2 ഹൈബ്രിഡ് DNA ആയിരിക്കും ഉണ്ടാവുക. സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് DNA റെപ്ലിക്കേഷൻ എങ്കിൽ. അപ്പം അടുത്ത എക്സ്പെരിമെന്റ് അടുത്തതായിട്ട് എന്താ ചെയ്യുക? 40 മിനിറ്റ്സ് ആയപ്പം 20 മിനിറ്റ്സ് കഴിഞ്ഞ സമയത്ത് ഈക്കോളയിൽ നിന്നും DNA എക്സ്ട്രാക്ട് ഉണ്ടാക്കി. സോ നോക്ക്, ഈ DNA ആണല്ലോ ഉണ്ടാവുക. ഈ DNAന്റെ എക്സ്ട്രാക്ട് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. അപ്പം ഇവിടെയാണ് കിട്ടുന്ന റിസൾട്ട് നമുക്ക് നോക്കാനുള്ളത്. എന്തായിരിക്കും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്? ഹൈബ്രിഡ് ആയിട്ടുള്ള DNA ഉണ്ട്. ശരിയല്ലേ? ഹൈബ്രിഡ് ആയിട്ടുള്ള DNA എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ ഒരു ബാൻഡ് ഉണ്ടായിരിക്കും. പിന്നെ ആരാ ഉള്ളത്? ലൈറ്റ് ആയിട്ടുള്ള DNA ഉണ്ട്. N14 ഉള്ള DNA ഉണ്ട്. അപ്പൊ അയാളുടെ ബാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഹെവി ആയിട്ടുള്ള ഒരു DNA ഉണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം എവിഡന്റ് ആയി. ഡിസ്പേഴ്സീവ് ആയിട്ടുമല്ല എന്ത് നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നോക്ക്, ഡിസ്പേഴ്സീവ് മോഡൽ എന്ന് പറയുന്നത്, ഡിസ്പേഴ്സീവ് മോഡലിൽ എപ്പോഴും ഹെവി ആയിട്ടുള്ളയും ലൈറ്റ് ആയിട്ടുള്ളയും DNA ഒരുമിച്ചാണല്ലോ വരുന്നത്. എപ്പോഴും ഒരു ഹൈബ്രിഡ് ടൈപ്പ് DNA ആണല്ലോ വരുന്നത്. ശരിയല്ലേ? എപ്പോഴും ഒരു ഹൈബ്രിഡ് ടൈപ്പ് DNA ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്ക്, എപ്പോഴും ഇവിടെ അല്ലേ ബാൻഡ് കാണിക്കേണ്ടത്? ബാൻഡ് ഒരിക്കലും ലൈറ്റ് റീജിയണിൽ കാണിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം 3 മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഉണ്ടായിരുന്നത്. സെമി കൺസർവേറ്റീവ് മോഡൽ, കൺസർവേറ്റീവ് മോഡൽ ആൻഡ് ഡിസ്പേഴ്സീവ് മോഡൽ. ഈ എക്സ്പെരിമെന്റിൽ ലൈറ്റും ഹെവി റീജിയണിലും ബാൻഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൺസർവേറ്റീവ് മോഡല് തള്ളിക്കളഞ്ഞു. ശരിയാണല്ലോ? ഇനി ഈ എക്സ്പെരിമെന്റിൽ ഇവിടെ കിട്ടിയിരുന്ന ഇന്റർമീഡിയറ്റ് ഹൈബ്രിഡ് മാത്രമല്ല കിട്ടിയത്, ലൈറ്റർ ആയിട്ടുള്ള മാത്രം DNA കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പേഴ്സീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷനും തള്ളിക്കളഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്ന റെപ്ലിക്കേഷന്റെ മോഡൽ എന്ന് പറയുന്നത് ഏതാ? സെമി കൺസർവേറ്റീവ് ആയിട്ടാണ്. ഈ റിസൾട്ട് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ വാലിഡ് ആണ്. അപ്പം DNA റെപ്ലിക്കേഷൻ ഈ സെമി കൺസർവേറ്റീവ് എന്നുള്ളതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുക്കുന്നത് ആരാണ്? മെസൽസൺ-സ്റ്റോൾ എക്സ്പെരിമെന്റിലൂടെയാണ്. അപ്പൊ മെസൽസൺ-സ്റ്റോൾ എക്സ്പെരിമെന്റിന്റെ കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ചോദിക്കുന്ന ഒരു ന്യൂമറിക്കൽ ചോദ്യത്തിനുള്ള ഒരു അപ്രോച്ച് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഒറിജിനൽ DNA. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ എത്ര DNA ആണ് ഉണ്ടാവുക? ഒരു ഡിവിഷൻ കഴിഞ്ഞു എന്നല്ലേ അർത്ഥം? ഒരു ഡിവിഷൻ കഴിഞ്ഞാൽ 2 DNA ഉണ്ടാവും. ആ 2 DNAയും ഹൈബ്രിഡ് ആയിരിക്കും. ലൈറ്റ് DNA വല്ലതും ഉണ്ടായിരിക്കുമോ? ഇല്ല. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് DNA എങ്ങനെയാ? 2⁻1. ജനറേഷൻ 1 ആണല്ലോ. ഫസ്റ്റ് ജനറേഷനിൽ DNA 2 ആയിരിക്കുമല്ലോ. യെസ്. ഇനി ജനറേഷൻ 2 നോക്ക്. ജനറേഷൻ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് DNA രണ്ടാമത്തെ ജനറേഷനിൽ രണ്ടാമത്തെ ഡിവിഷനിൽ എത്ര DNA ഉണ്ടാവും? 2⁻2. അതായത് എത്രയാണ്? 4 DNA. 4 DNA ഉണ്ടാവുമല്ലോ ടോട്ടലി. അതിൻ്റെ അകത്ത് എത്ര എണ്ണം ഹൈബ്രിഡ് ആയിട്ടുള്ളത്? ഹൈബ്രിഡ് ആയിട്ടുള്ളത് 2 എണ്ണം. 2 ഹൈബ്രിഡ് ആണല്ലോ. യെസ്.
അപ്പം റിമൈനിങ് 2 ആകെ 4, റിമൈനിങ് 2 എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആണ്. ശരിയല്ലേ? 4 - 2 ലൈറ്റ് ആണ്. ഇനി 3 ജനറേഷൻ, മൂന്നാമത്തെ ജനറേഷനിൽ എത്ര DNA ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? എത്ര DNA ഉണ്ടാ? 2�3 DNA ഉണ്ടായിരിക്കും. അതായത് എത്ര DNA ആണ്? 8 DNA ടോട്ടൽ ഉണ്ടായിരിക്കും. അതിലും 2 പേരായിരിക്കും ഹൈബ്രിഡ്. റിമൈനിങ് 8 - 2 6 പേര് ലൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇനി എനിക്ക് ചിത്രത്തിന്റെ ഒന്നും സഹായം ആവശ്യമില്ല. 4 ജനറേഷൻ മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റിലെ ബാക്ടീരിയ 4 ജനറേഷൻ ആവുമ്പോ എത്ര DNA ഉണ്ടാവും എന്ന് ചോദിച്ചു. എനിക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. 2⁴ 16 DNAകൾ ഉണ്ടാവും ടോട്ടൽ. ഒരു ഒറിജിനൽ DNA എത്ര DNA ആയി മാറിയിട്ടുണ്ടാവും? 16 എണ്ണം ആയി മാറിയിട്ടുണ്ടാവും. അതില് 2 എണ്ണം മാത്രമേ ഹൈബ്രിഡ് ആയിട്ടുണ്ടാവുള്ളൂ. ആൻഡ് റിമൈനിങ് 14 എണ്ണം ലൈറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഒരു ജനറേഷൻ ഉണ്ടാവാൻ എത്ര സമയം എടുക്കുക? 20 മിനിറ്റ്സ് എടുക്കും. 2 ജനറേഷൻ ആവാൻ എത്ര സമയം എടുക്കുക? 20 + 20 40 മിനിറ്റ് എടുക്കും. ആൻഡ് 3 ജനറേഷൻ ആവാൻ 20 + 20 + 20 60 മിനിറ്റ് എടുക്കും. ആൻഡ് 4 ജനറേഷൻ ആവാൻ 80 മിനിറ്റ് എടുക്കും. ക്ലിയർ ആണല്ലോ? ഇത് വെച്ചിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. 2022 നീറ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. 10 E. coli with 15N എന്ന് പറഞ്ഞാൽ ഹെവി നൈട്രജൻ ഡബിൾ സ്റ്റാൻഡേർഡ് DNA are incubated in a medium containing 14N ലൈറ്റർ നൈട്രജൻ മീഡിയത്തിൽ വളർത്തി അതായത് ആഫ്റ്റർ 60 മിനിറ്റ്സ്, അതായത് 60 മിനിറ്റ് ആണ് വളർത്തിയത്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം 3 ജനറേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. How many E. coli cells will have DNA totally free from 15N? ടോട്ടലി ഫ്രീ ഫ്രം 15N എന്ന് പറഞ്ഞാൽ എന്താ? ഹൈബ്രിഡ് അല്ലാത്തത്. ടോട്ടലി ഫ്രീ ഫ്രം 15 നൈട്രജൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള സ്ട്രാൻഡ്, ലൈറ്റ് ആയിട്ടുള്ള DNA. ഹൈബ്രിഡ് ആവരുത്, ഹെവി ആയിരിക്കരുത്. ശരിയല്ലേ? എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ കണ്ട കണക്ക് എന്ന് പറയുന്നത് നോക്ക്. ഒരു DNA-യിൽ നിന്നും 3 ജനറേഷൻ E. coli കടന്നു പോകുമ്പം എത്ര DNA ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്? 2�3 8 DNA ഉണ്ടായിരിക്കില്ലേ? ആൻഡ് അതില് 2 എണ്ണം ഹൈബ്രിഡ് ആയിരിക്കും അല്ലേ? അപ്പൊ 2 കുറച്ചു, റിമൈനിങ് 6 എന്ന് പറയുന്നത് ലൈറ്റ് ആയിരിക്കും. ശരിയാണല്ലോ? ലൈറ്റ് DNA ആയിരിക്കൂലേ? ലൈറ്റ് DNA-ന്റെ എണ്ണമല്ലേ ഇവിടെ ചോദിച്ചത്? ടോട്ടലി ഫ്രീ ഫ്രം 15N ലൈറ്റ് DNA-ന്റെ എണ്ണമാണ് ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു DNA-ന്റെ കേസ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. ഇവിടെ ചോദ്യത്തിൽ എത്ര E. coli എടുത്തു എന്നാ പറഞ്ഞത്? 10 E. coli എടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ 10 എണ്ണത്തിനും ഈ ഒരു സൈക്കിളിലൂടെ കടന്നു പോണ്ടേ? അതായത് 10 × 6 ലൈറ്റ് DNA × 6 ആകെ 60 E. coli സെൽസിലായിരിക്കും DNA ടോട്ടലി ഫ്രീ ഫ്രം ഹെവി നൈട്രജൻ ഉണ്ടാവുക. ടോട്ടലി ഫ്രീ ഫ്രം ഹെവി നൈട്രജൻ ഉണ്ടാവുക. സോ 60 വിൽ ബി ദ ആൻസർ. അപ്പം ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് DNA എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 2⁻n എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട്? അതിൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 2 ആയിരിക്കും. അപ്പം N15 ഇല്ലാത്ത എത്ര DNA ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 2⁻n - 2 ആയിരിക്കും. ഒരു ഫോർമുല ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ലോജിക്ക് ക്ലിയർ ആയിട്ടാണ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫോർമുല ഒന്നും മെമ്മറൈസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി DNA റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. ഇനി ഇതേ കാലഘട്ടത്തിൽ തന്നെ, അതായത് 1958 തന്നെ മറ്റൊരു സയന്റിസ്റ്റ്, ഹെർബർട്ട് ടെയ്ലർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് വേറൊരു മോഡൽ ഓർഗാനിസത്തിൽ, അതായത് വിസിയ ഫാബ എന്ന് പറഞ്ഞ ചെടിയിൽ ഇതേ റിസൾട്ട് ഒബ്സർവ് ചെയ്തു. എന്താണ് ഇപ്പൊ നമ്മൾ മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റിൽ എന്താ നമ്മൾ ഒബ്സർവ് ചെയ്തത്? DNA-ന്റെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. ഇതുപോലെ ഈ എക്സ്പെരിമെന്റിൽ എന്താണ് ഇദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ DNA റെപ്ലിക്കേഷൻ, അതായത് ക്രോമസോമിന്റെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കി. അപ്പം ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ ക്രോമസോമിന്റെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറയാൻ അദ്ദേഹം ഉപയോഗിച്ചത് നൈട്രജന്റെ 2 ഐസോട്ടോപ്പുകളല്ല, പകരം റേഡിയോ ആക്റ്റീവ്
തൈമിഡിനാണ് ഉപയോഗിച്ചത്. റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ചാണ് ഇദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് പറയുന്നത്. മെസൽസെൻസ്റ്റോളിലുള്ള ടെക്നിക്ക് എന്താ? ലൈറ്റ് നൈട്രജനും ഹെവി നൈട്രജനും ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിച്ച മോഡൽ ഓർഗാനിസം എന്ന് പറയുന്നത് ഏതാണ്? വിസിയ ഫാബയാണ്. ഇത് 2016 നീറ്റിൽ ചോദിച്ച ചോദ്യമായിരുന്നു. അപ്പോൾ DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് എന്ന് തെളിയിച്ചത് മെസൽസെൻസ്റ്റോൾ എക്സ്പെരിമെന്റ് ആണ്. അതേ കാലഘട്ടത്തിൽ തന്നെ ഹെർബർട്ട് ടെയ്ലർ വിസിയ ഫാബ പ്ലാന്റിന്റെ അകത്ത് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ച് ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് ആയിട്ടാണ്. അതായത് ക്രോമസോമിന്റെ അകത്ത് എന്ത് തന്നെയാണുള്ളത്? DNA തന്നെയാണുള്ളത്. ക്രോമസോമൽ റെപ്ലിക്കേഷനും സെമി കൺസർവേറ്റീവ് ആണ് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസൽസെൻസ്റ്റോൾ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ചോദിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.